ഹലോ, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു കപ്പാണ്. അപ്പോൾ ഈ കപ്പ് ഉപയോഗിച്ച് ഒരു ആൻറ്റിൽ കിട്ടുന്ന ഒരു കിഡിലെ ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ് ഈ കപ്പ്. അപ്പോൾ അവ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി കപ്പ് വേണമെന്ന്. നമ്മൾ എന്തായാലും അതൊന്നും വിട്ട് കളയില്ലല്ലോ. ഇനി തരണേക്കേടാന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് ഇത് എന്തായാലും ഒരു ഉപകാരപ്രദമാക്കണമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയൊരു ഫാൾട്ട് പറ്റിയതേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് വിട്ട് കളയാൻ പാടില്ലല്ലോ. അങ്ങനെ ഞാൻ കപ്പ് വാങ്ങിച്ചു. അപ്പം ഇത്രയും ദിവസം കപ്പ് ഒരു മൂലയ്ക്ക് ഇരിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഇരുന്നപ്പോൾ ഒരു കിടലിന് ഐഡിയ കിട്ടി. പിന്നെ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫെവിക്കോളിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കപ്പിലൊന്ന് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ള ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ ഈ മെത്തേഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ മൊത്തത്തിലൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ആ കപ്പിൻ്റെ നമ്മൾ പിടിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെയും കൂടെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ആ ബ്രഷ് ഉപയോഗിച്ച് അതിന് മുകളിൽ വീണ്ടും ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെയൊക്കെ ചുമ്മാ കിട്ടുന്ന കപ്പുകൾ പൊട്ടിയ കപ്പാവട്ടെ പൊട്ടാത്ത കപ്പാവട്ടെ ഇതൊന്നും വിട്ട് കളയരുത്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഒരു ഉപയോഗപ്രദമായ വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്ന് ഒരു ഉപയോഗപ്രദമായ വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കുക. വെറുതെ കളയരുത്. ഞാൻ ഈ വീഡിയോ രാത്രിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു രാത്രി മൊത്തം ഇത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉണങ്ങുമ്പോൾ നല്ല സെറ്റായിട്ടിരിക്കും. അപ്പോൾ പെയിൻ്റ് അടിച്ചാലും അത് അവിടെ നിന്ന് ഡ്രോപ്പായി പോകത്തില്ല. നല്ല ഫിനിഷായിരിക്കും വർക്ക് ചെയ്തെടുക്കുമ്പോൾ. അപ്പം മൊത്തം വെച്ച് ഉണക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഐറ്റം. നമ്മുടെ സ്വന്തം ഈന്തപ്പഴത്തിൻ്റെ കുരുവാണ്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് അത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെടുത്തു ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പൂവിൻ്റെയും പെറ്റൽസ് പോലെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ കരുതിയിട്ട് വീട്ടിലെ കപ്പൊന്നും നിങ്ങളെടുത്ത് ഇറങ്ങി പൊട്ടിക്കരുത്. വേസ്റ്റായിട്ടുള്ള ഏതെങ്കിലും കപ്പുകൾ കാണുമല്ലോ, കപ്പാകട്ടെ ഗ്ലാസ് ആകട്ടെ അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ഇതുപോലെ തന്നെ ഒട്ടിക്കണമെന്നില്ല. നിങ്ങളുടെ ഐഡിയാസ് പോലെ നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാം. ഒരു പൂവായിട്ടുണ്ട്. ഇനി അതിൻ്റെ അടുത്ത സൈഡിൽ അതുപോലെയൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എൻ്റേതായ ക്രിയേറ്റിവിറ്റിയിൽ ഞാൻ ചെയ്തെടുക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കാം. പിന്നെ എടുത്തിട്ടുള്ള ഈ സാധനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഉപയോഗിക്കാത്ത മാലയുടെ കല്യാണമാണ്. അതായത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വേസ്റ്റായ മാലയുടെ മുത്തുകളാണ്. പിന്നെ കമ്മലിൻ്റെ ബാക്ക് സൈഡ് ഒടിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ മുകളിലിരിക്കില്ല, ഫ്രണ്ടിലിരിക്കുന്ന ആ ഒരു പോർഷൻ അത് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ മുത്തുകൾ ഒട്ടിക്കുന്നുണ്ട്. അങ്ങനെ കല്ല് പോലത്തെ വേസ്റ്റായ ഒരുപാട് സാധനങ്ങൾ ഈ കപ്പിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഒട്ടിച്ചു കഴിഞ്ഞു. അതൊന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കുക. ഞാൻ ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ സ്പേസായിട്ട് കുറച്ച് സ്പേസ് ആണല്ലോ, അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് കളർ അടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ബ്ലാക്ക് കളർ പെയിൻറ്റ് ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് മൊത്തം പെയിൻ്റ് അടിച്ചതിന് ശേഷം ഇത്തിരി നേരം വെയിലത്ത് ഉണങ്ങാൻ വയ്ക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് സെറ്റ് ആവണമല്ലോ. അങ്ങനെ വെയിലത്തൊക്കെ ഉണങ്ങാൻ വെച്ചു. നമ്മുടെ കപ്പ് വെയിലത്തിരുന്ന് ഉണങ്ങിയതിന് ശേഷമുള്ള ലുക്കാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മെറ്റാലിക് കളർ ഗോൾഡ് കളർ എടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഗോൾഡ് കളർ മാത്രം ഇതുപോലെ അടിച്ചപ്പോൾ എനിക്ക് വലിയ ഒരു അട്രാക്ഷൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഗ്രീൻ കളർ മെറ്റാലിക് കളർ യൂസ് ചെയ്ത് ഫ്ലവറിൻ്റെ മുകളിൽ ഒന്നുകൂടെ ഫിംഗർ ടിപ്പ് വെച്ച് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കപ്പ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഒരു ആൻറ്റിക് ലുക്ക് കിട്ടുന്നില്ലേ? അപ്പോൾ ഇതുപോലെ നമുക്കും വീട്ടിൽ ചുമ്മാ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് പൈസ കളയാതെ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം. അങ്ങനെ കപ്പിൻ്റെ വർക്കെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ ക്ലിയർ വാർണിഷ് കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. എങ്കിലേ ഈ ഉണ്ടാക്കുന്ന ഐറ്റം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ കപ്പിൽ ഇതുപോലത്തെ സ്പൂൺസും കിച്ചണിൽ യൂസ് ചെയ്യാം. സ്പൂൺസ് ഇട്ട് വയ്ക്കാം. പിന്നെ സ്കെച്ച് പെന്ന് അങ്ങനെ അത് സ്റ്റഡി റൂമിൽ ഇതുപോലെ വയ്ക്കാം. ഞാൻ പ്ലാന്റ് ചെറിയൊരു ചെടിയാണ് വെച്ചിട്ടുള്ളത്. ഈ ആൻറ്റിക് ലുക്കിലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകതരം അട്രാക്ഷനാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.